മാനവരാശിയുടെ മനസാക്ഷി ഞെട്ടിച്ചുകൊണ്ട് ഗാസ മുനമ്പിൽ പട്ടിണി മരണങ്ങൾ തുടർക്കഥയാവുന്നു. 5 മാസം മാത്രം പ്രായമുള്ള ഇസ്രാബു ഹാലിബ് എന്ന കുഞ്ഞ് പോഷകാഹാരക്കുറവ് മൂലം ജീവൻ വെടിഞ്ഞത് ഗാസ നേരിടുന്ന ഭീകരമായ യാഥാർത്ഥ്യത്തിന്റെ മറ്റൊരു നേർക്കാഴ്ചയാണ്. 2.72 കിലോഗ്രാം ഭാരത്തോടെ ജനിച്ച കുഞ്ഞ് മരണപ്പെടുമ്പോൾ വെറും 1.8 കിലോഗ്രാം മാത്രമായിരുന്നു ഭാരം. എല്ലും തോലുമായി മരണപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഇത്തരം ഹൃദയഭേദകമായ വാർത്തകൾ ഗാസയിൽ നിന്ന് ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ കഴിഞ്ഞ 21 മാസമായി ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം തടഞ്ഞുവെച്ചതാണ് ഈ ദുരന്തത്തിന് പ്രധാന കാരണം. വെള്ളിയാഴ്ച അൽ നാസർ ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗത്തിൽ ചികിത്സ തേടിയെങ്കിലും കുഞ്ഞിനെ രക്ഷിക്കാനായില്ലെന്ന് സൈനബ് അബു ഹാലിബ് എന്ന ബന്ധു പറയുന്നു. ജനിക്കുമ്പോൾ 3 കിലോയോളം തൂക്കമുണ്ടായിരുന്ന കുഞ്ഞിന്റെ ഭാരം 5 മാസമായപ്പോൾ പകുതിയോളം കുറഞ്ഞു. ഗുരുതരമായ പട്ടിണിയാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നു. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇതുവരെ 87 കുട്ടികളാണ് പട്ടിണി മൂലം മരണപ്പെട്ടത്. 133 പേർ പട്ടിണി മൂലം മരിച്ചവരിൽ ഭൂരിഭാഗം കുട്ടികളാണ് എന്നത് ഗാസയിലെ ദുരിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 6 പേരാണ് പട്ടിണി കിടന്ന് മരിച്ചത്. ഈ കണക്കുകൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയുണ്ടകൾ കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദയനീയ കാഴ്ചകളാണ് ഗാസയിൽ നിന്ന് പുറത്തുവരുന്നത്. ഭക്ഷണം വാങ്ങാനെത്തിയപ്പോൾ ഇസ്രായേൽ സൈനികരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1732 ഉയർന്നു. ഇന്നലെയും ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ 11 പേരെ വെടിവെച്ച് കൊന്നതായും 36 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇതുവരെ പരിക്കേറ്റവരുടെ എണ്ണം 7521 21 മാസമായി ഇസ്രായേൽ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, ഇന്ധനം എന്നിവ എത്തിക്കുന്നത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു വലിയ മാനുഷിക ദുരന്തത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ലോകാരോഗ്യ സംഘടന, യുണിസെഫ് തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികൾ തുടർച്ചയായി മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഉപരോധം നീക്കുന്നതിൽ യാതൊരു പുരോഗതിയുമില്ല. ഗാസയിലെ 2.3 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഇപ്പോൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ്. വിശപ്പാണ് ഇപ്പോൾ ഗാസയിലെ ഏറ്റവും വലിയ കൊലയാളി. അടിസ്ഥാന സൗകര്യങ്ങളായ ശുദ്ധജലം, വൈദ്യുതി, ശുചിത്വം എന്നിവയുടെ അഭാവം രോഗവ്യാപനത്തിന് കാരണമാകുന്നു. ആശുപത്രികളിൽ മരുന്നിനും ഉപകരണങ്ങൾക്കും കടുത്ത ക്ഷാമം നേരിടുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭിക്കാതെ ജീവൻ നഷ്ടപ്പെടുന്നു. പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളുടെ പ്രതിരോധശേഷി കുറയുകയും ചെറിയ രോഗങ്ങൾ പോലും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇസ്രായേൽ സൈന്യം ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളെയും സഹായ വാഹനങ്ങളെയും ലക്ഷ്യമിടുന്നത് ഗാസയിലെ സ്ഥിതി കൂടുതൽ വഷളാക്കുകയാണ്. ഫ്ലോർ മസാക്കർ എന്നറിയപ്പെടുന്ന സംഭവം ഇതിന്റെ ഭീകരമായ ഉദാഹരണമാണ്. വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം നൽകാൻ ശ്രമിക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്ന നടപടികൾ യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ നിരന്തരമായ ആക്രമണങ്ങൾ കാരണം അന്താരാഷ്ട്ര സഹായ ഏജൻസികൾക്ക് ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഭയമാണ്. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും സുരക്ഷ ഉറപ്പില്ലാത്ത അവസ്ഥയാണ് നിലവിൽ. ഇത് സഹായം ആവശ്യമായ ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ അളവ് കുറയ്ക്കാൻ ഇടയാക്കുന്നു. ഗാസയിലെ ഓരോ കുട്ടിയുടെ മരണവും ഒരു ഭാവിയുടെ നഷ്ടമാണ്. പോഷകാഹാരക്കുറവ് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ ഗുരുതരമായി ബാധിക്കുന്നു. വിശപ്പും ഭയവും നിറഞ്ഞ ഈ ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾക്ക് സാധാരണ ജീവിതം നയിക്കാൻ കഴിയുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ജനിക്കുമ്പോൾ ശരാശരി തൂക്കമുള്ള കുട്ടികൾ പോലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അസ്ഥികൂടങ്ങളായി മാറുന്നത് ലോകത്തിന് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. ഈ കുരുന്നുകളുടെ നിസ്സഹായമായ കണ്ണുകൾ ലോക മനസാക്ഷിയോടാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഗാസയിലെ ഈ ഭീകരമായ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണം പലപ്പോഴും നിസ്സംഗമായിരുന്നതാണ് ഖേദകരം. പല രാജ്യങ്ങളും ഇസ്രായേൽ നടപടികളെ അപലപിക്കുമ്പോഴും ഉപരോധം അവസാനിപ്പിക്കാനും മാനുഷിക സഹായം ഉറപ്പാക്കാനും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായാൽ മാത്രമേ ഈ ദുരന്തത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. അതേസമയം ജോർദാൻ പോലുള്ള രാജ്യങ്ങൾ ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആക്രമണം ദിവസേന 10 മണിക്കൂർ നിർത്തിവെക്കാൻ സാധിച്ചതോടെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സഹായം എത്തിക്കാൻ കഴിയുമെന്നാണ് ജോർദാൻ അറിയിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കാൻ ഇത് പര്യാപ്തമല്ല. മാനുഷിക പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം ഗാസയിലെ പട്ടിണി മരണങ്ങൾക്കും മാനുഷിക പ്രതിസന്ധിക്കും അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ലോക സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇസ്രായേൽ ഗാസയിലേക്കുള്ള ഉപരോധം പൂർണ്ണമായി പിൻവലിക്കുകയും ഭക്ഷ്യവസ്തുക്കൾ, മരുന്ന്, ഇന്ധനം എന്നിവയുടെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കുകയും വേണം. UN ഏജൻസികൾക്ക് സുരക്ഷിതമായി സഹായം എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണം. ദീർഘകാല പരിഹാരമായി ഈ മേഖലയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കുകയും പാലസ്തീൻ ജനതയ്ക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യണം. ഗാസയിലെ ജനങ്ങൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും കുട്ടികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. മാനുഷിക മൂല്യങ്ങളെ മാനിക്കാനും നിരപരാധികളായവരുടെ ജീവൻ രക്ഷിക്കാനും ലോകം ഉണരണം. അല്ലാത്ത പക്ഷം ചരിത്രം ഈ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ലോകത്തെ ക്രൂരമായി വിധിക്കും.